രേഖയെ സ്വാഗതം. വീണ്ടും ഒരു വർഷം കൂടെ കഴിഞ്ഞു പോകുന്നു. അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നു തുടർച്ചയായി മമ്മൂട്ടി തന്നെ മലയാളത്തിലെ നമ്പർ 1 നായകനായി നിൽക്കുന്നു. ബോക്സ് ഓഫീസിലും അഭിനയത്തിൻ്റെ കാര്യത്തിലും മമ്മൂട്ടിയെ വെല്ലാൻ ആരുമില്ലാത്ത ഒരു കാര്യം തന്നെ. 2020 മുതലുള്ള കണക്കുകൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മമ്മൂട്ടി സിനിമകളെല്ലാം തന്നെ വിജയങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 10ഓളം സിനിമകളുടെ മുകളിൽ വരുന്ന മമ്മൂട്ടി ചിത്രങ്ങൾ നോക്കുമ്പോൾ ഒരേ ഒരു പരാജയമാണ് നമുക്ക് കാണാനുള്ളത്. ഇത് തിയേറ്റർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് വഴി നോക്കുകയാണെങ്കിൽ ഒരു സിനിമയും പരാജയമായിട്ടില്ല എന്നുള്ളത്. അതിപ്പോൾ മമ്മൂട്ടിയുടെ അല്ല, വേറെ ഏത് നടൻ്റെ എടുത്താലും ഒട്ടുമിക്ക മുൻനിര താരങ്ങളുടെയും എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയങ്ങളാണെങ്കിൽ പോലും ബിസിനസ് പരമായിട്ട് വമ്പൻ വിജയങ്ങളാണ്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ തന്നെയാണ് ഇവർക്ക് ഒരുപാട് സിനിമകൾ വരുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, 2020 ഷൈലോക്കിൽ തുടങ്ങുന്നു. ഏകദേശം 44 കോടിയോളമാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിരുന്നത്. മമ്മൂട്ടി ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഷൈലോക്ക്. 2021 നമുക്കറിയാം, വലിയ രീതിയിൽ കോവിഡ് വിപത്ത് നിൽക്കുന്ന സമയത്ത്, തിയേറ്ററുകളിൽ ആൾ കയറാനില്ലാത്ത സമയത്ത് ഒരു ധൈര്യമായിട്ട് ഒരു സിനിമ നമുക്ക് തിയേറ്ററിലേക്ക് ഇറക്കി വിട്ടു. അത് മമ്മൂട്ടി തന്നെയായിരുന്നു, ദ പ്രീസ്റ്റ് എന്ന സിനിമ. ഏകദേശം 32 കോടിയോളമായിരുന്നു സിനിമ വേൾഡ് വൈഡ് ആയിട്ട് അന്ന് നേടിയിരുന്നത്. 50% ഒക്യുപ്പൻസിയിൽ ആ ഒരു എമൗണ്ട് നേടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. എടുത്തു പറയാനുള്ള കാര്യം, തിയേറ്ററിലേക്ക് ആളുകൾ അന്നും മടിച്ചിരുന്നു വരാൻ, പക്ഷേ വന്നവരിൽ നിന്ന് കിട്ടിയ എമൗണ്ടാണ്. ഒരുപക്ഷെ ഇതിന് ശേഷമാണ് അല്ലെങ്കിൽ അതിന് മുമ്പായിരുന്നു പറഞ്ഞതെങ്കിൽ 50 കോടിക്ക് മുകളിലേക്ക് ഒരുപക്ഷെ സിനിമ എത്തിയേനെയും എന്നുള്ളതാണ്. 1 എന്ന മമ്മൂട്ടി സിനിമ തുടർച്ചയായിട്ട് മമ്മൂട്ടി പല സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അന്യഭാഷകളിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയായി എത്തുന്ന ഒരു കാര്യം, അത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. നമുക്ക് YSR ആയിട്ട്, അതായത് തെലുങ്കാനയിൽ, തമിഴ്നാട്ടിൽ, അതേപോലെ തന്നെ മലയാളത്തിലും മുഖ്യമന്ത്രിയായിട്ട് മമ്മൂട്ടി വേഷമിടുന്നു എന്നുള്ളതാണ്. 1 എന്ന സിനിമയുടെ പ്രത്യേകത, മമ്മൂട്ടി ഒരു മുഖ്യമന്ത്രി വേഷം കൈകാര്യം ചെയ്യുന്നു. ആ സിനിമ ഒരു ആവറേജ് ഹിറ്റായി മാറിയ ഒരു സിനിമ തന്നെയായിരുന്നു. ഏകദേശം 16 കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷൻ നേടാൻ കഴിഞ്ഞത്. നമുക്കറിയാം, കോവിഡ് സിറ്റുവേഷനിൽ വന്നാണ് ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ്, ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ കോവിഡിൻ്റെ ആദ്യഘട്ട അടവും കാര്യങ്ങളുമൊക്കെ വന്നിരുന്നതാണ്. 2022 ഭീഷ്മപർവം എന്ന സിനിമ വന്നു. ബിഗ് ബി എന്ന സിനിമ ചെയ്യാനിരിക്കുന്ന സമയത്ത് ഇടവേളകളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ചെറിയൊരു പടവുമായിട്ട് മമ്മൂട്ടി നിൽക്കുന്നു. ബാക്കിയുള്ള നടന്മാരൊക്കെ ഒരുപാട് സിനിമകൾ അതിനിടയിൽ ചെയ്യുമ്പോൾ മമ്മൂട്ടി മാത്രം സിനിമ ചെയ്യാൻ നിന്നില്ല. അങ്ങനെ ഭീഷ്മപർവത്തിൻ്റെ പിറവിയെടുക്കുന്നു. ചെറിയ രീതിയിലുള്ള ഒരു സിനിമയായിട്ട് വന്നു. പിന്നീട് നമ്മൾ കണ്ടത്, മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിജയമായി മാറുന്നു. 92 കോടിക്ക് മുകളിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വന്നത്. നമുക്കറിയാം, ഒരു വൈഡ് റിലീസ് വന്നെങ്കിലും പല സ്ഥലങ്ങളിലും സിനിമ റിലീസ് ഉണ്ടായിരുന്നില്ല എന്നാണ്. UK പോലെയുള്ള സ്ഥലങ്ങളിൽ മാർക്കറ്റിങ്ങിൻ്റെ പിഴവ് നമുക്ക് നന്നായിട്ട് കാണാനുണ്ടായിരുന്നു. അത് മമ്മൂട്ടി സിനിമകൾ എല്ലാം തന്നെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് അത് തന്നെയാണ്, മാർക്കറ്റിങ്ങിലെ പിഴവ് എന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും ഒരു താരത്തിൻ്റെ സിനിമയായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ സിനിമകളെല്ലാം ഇതിൻ്റെ 3 ഇരട്ടിയെങ്കിലും കളക്ഷൻ നേടിയിട്ടേ തിയേറ്റർ വിടുകയുള്ളായിരുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും മമ്മൂട്ടി സിനിമകളുടെ മാർക്കറ്റിങ്ങിൻ്റെ പിഴവ് തന്നെയാണ്. ഭീഷ്മപർവം മലയാള സിനിമയിലെ എണ്ണം തികഞ്ഞ സിനിമയായി മാറുന്നു. ഇന്നും ഇത്ര സ്റ്റൈലിഷായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സിനിമയിലെ ഏക നായകൻ മമ്മൂട്ടിയായി മാറുന്നു എന്ന് ഈ ഒരു സിനിമ തെളിയിച്ചിരിക്കുന്നു. പിന്നീട് അല്ലെങ്കിൽ പിൽക്കാലത്ത് ഒരുപാട് ആ റേഞ്ചിലുള്ള സിനിമകൾ വന്നെങ്കിലും മമ്മൂട്ടിയുടെ ഭീഷ്മപർവത്തിലെ ലുക്ക് ആൻഡ് ഫീല് വേറെ ഇന്ത്യൻ സിനിമയിൽ ആർക്കും നൽകാൻ കഴിഞ്ഞില്ല. അത് യൂത്തിനാണേലും സീനിയർ താരങ്ങൾക്കാണേലും നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 2022 കടന്ന് പിന്നെയും ചെല്ലുമ്പോൾ CBI ഫൈ ദ ബ്രെയിൻ എന്ന സിനിമയാണ്. വലിയ രീതിയിൽ പ്രതീക്ഷകൾ തന്ന സിനിമ. CBI സീരീസ്, അവിടെ മമ്മൂട്ടി എന്ന നടനെ ആരും കാണാറില്ല. അവിടെ മമ്മൂട്ടിയേക്കാൾ വാല്യൂ നൽകുന്നത് സേതുരാമയ്യർക്കാണ്. ഇനിയിപ്പോൾ സേതുരാമയ്യർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു, മമ്മൂട്ടിയുടെ ഒപ്പമാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായും സേതുരാമയ്യർ തന്നെ വിജയിക്കുള്ളൂ. അതിപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എല്ലാവരും കൂടെ നിന്നാലും സേതുരാമയ്യരെ വിജയിക്കുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ചുരുക്കം ചില കഥാപാത്രങ്ങളുണ്ട്. ദൃശ്യത്തിലെ കഥാപാത്രം, അതേപോലെ തന്നെ CBIയിലെ ഈ ഒരു കഥാപാത്രം, ഇതിൻ്റെയൊന്നും മുന്നിൽ വേറെ ഒരു നടനും അല്ലെങ്കിൽ ഒരു നടനോ താരത്തിനോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും സേതുരാമയ്യർ ഇവിടെ വന്നു, പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടി സിനിമ. CBI ആദ്യ 4 സീരീസിൽ കണ്ട സിനിമകൾ എന്തായിരുന്നോ അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്ന രീതിയിലായിരുന്നില്ല ഈ ഒരു സിനിമ വന്നിരുന്നത്. എന്നിട്ട് പോലും ഈ സിനിമ നേടിയത് 36.5 കോടിയോളമാണ് തിയേറ്ററിൽ നിന്ന്. ഒരു വലിയ സക്സസ് ആയി മാറുകയും ചെയ്തു. ഒരു ഹൈപ്പോ, ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതെ ഇൻ്റർനാഷണലി ഹിറ്റടിക്കാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയായിരുന്നു CBI ഫൈ. അതിനെ വേണമെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റായിരിക്കാം ആക്കാമായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. വേറെ ഒന്നുമല്ല, മികച്ച ഒരു കഥ വന്നാൽ മതിയായിരുന്നു. അതും വലിയ തട്ടിപ്പൊളിപ്പൻ കഥകളൊന്നും വേണ്ട, സാധാരണ രീതിയിലുള്ള ഒരു കഥ. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിന് കിട്ടിയതുപോലെയോ നേരിന് കിട്ടിയതുപോലെയുള്ള ഒരു ചെറിയ കഥയായിരുന്നെങ്കിൽ പോലും CBI 5 ഒരാളോടും പറയാതെ, ഒരു താരത്തിൻ്റെയോ ഒരാളുടെയോ ആവശ്യമില്ലാതെ തീർച്ചയായിട്ടും
ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാവുന്ന സിനിമയാണ്. പക്ഷേ അത്രത്തോളം നിരാശാജനകമായിട്ട് പോലും സിനിമ തിയേറ്ററുകളിൽ പോകാത്ത ജനങ്ങൾ പോലും സിനിമ കണ്ടു. പലർക്കും അത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ 36 കോടി നേടി സേഫായ ഒരു സിനിമയായിരുന്നു. പിന്നീട് 2022 കണ്ടത് മമ്മൂട്ടിയിൽ നിന്ന് ഭാവപകർച്ചകളുടെ തുടക്കമായിരുന്നു, അല്ലെങ്കിൽ വ്യത്യസ്തത തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ റോഷാക്ക് വന്നു, ഒരു പരീക്ഷണ ചിത്രമായിട്ട് വന്നുവെങ്കിൽ അത് മമ്മൂട്ടി എന്ന നടൻ എത്രത്തോളം തേച്ച് മിനുക്കി എടുത്തിരിക്കുന്ന നടനാണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളെ അവിടെ എത്തിച്ചിരിക്കുന്നത്. റോഷാക്ക് ഒരു പരീക്ഷണ ചിത്രം, അതിഗംഭീരമായ പെർഫോമൻസ്, ഗംഭീരമായിട്ടുള്ള സിനിമ. അതായത് ശരിക്കും പറഞ്ഞാൽ ക്രിറ്റിക്സ് പോലും പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു മലയാള സിനിമ നമുക്കെടുത്ത് അന്യഭാഷയിൽ കൊണ്ടുവച്ചിട്ട് ഇത് ഞങ്ങളുടെ സിനിമയാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാവുന്ന ഏക മലയാളം പടം, മലയാള സിനിമകളുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് എടുത്ത് കാണിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മൾ പണ്ട് അടൂർ സിനിമകളിലേക്ക് പോകേണ്ടി വരും. കാരണം കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത സിനിമകൾ ഇന്നാണ് പലർക്കും മനസ്സിലാവുന്നത്. അപ്പം അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഇൻ്റർനാഷണൽ റേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സിനിമ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിനിമ. അവിടെ മമ്മൂട്ടിയുടെ ഭാഷ അല്ലെങ്കിൽ വേഷപ്പകർച്ചകളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏകദേശം 42 കോടിയോളമാണ് സിനിമ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യപ്പെട്ടത്. പിന്നീട് മമ്മൂട്ടിയുടെ മറ്റൊരു വേഷപ്പകർച്ച തന്നെ വന്നു, നൻപകൽ നേരത്ത് മയക്കം. വളരെ ലോ ബഡ്ജറ്റിൽ വന്ന, ഏകദേശം 2.5-3 കോടിക്ക് താഴെ വന്ന ബഡ്ജറ്റിൽ വന്ന സിനിമ കേരള തിയേറ്ററിൽ നിന്ന് ഏകദേശം 12 കോടിക്ക് മുകളിലാണ് നേടി വലിയ രീതിയിലൊരു സൂപ്പർ ഹിറ്റാകുന്ന ഒരു കാര്യം കണ്ടു. ഒറ്റ ലൊക്കേഷനിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എടുത്ത ഒരു പടം, അത് LJP എന്ന മാന്ത്രികൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ മമ്മൂട്ടി എന്ന നടന വിസ്ഫോടനത്തിനെ അങ്ങ് മേഘത്തിലേക്ക് കയറ്റിവിട്ട് മഴ പെയ്യിക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു സിനിമ. എന്തൊരു ഭാവപകർച്ചയാണ്! ഒരു ലുങ്കി മാറുമ്പോൾ മലയാളിയിൽ നിന്ന് തമിഴിലേക്കും തമിഴിൻ്റെ ആത്മാവിലേക്കും പോകുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം അസാമാന്യമായ ഒരു കഥാപാത്രമായിരുന്നു. അഭിനയത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവരോ അല്ലെങ്കിൽ സിനിമ നന്നായിട്ട് കാണുന്നവരോ ഒക്കെ ഉള്ളവർക്ക് അത് കൃത്യമായി മനസ്സിലായിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ എഡിറ്റിങ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ പോലെ സാധാരണക്കാരിൽ പലർക്കും അത് ദഹിച്ചിട്ടുണ്ടാവില്ല അങ്ങനത്തെ കഥാപാത്രങ്ങൾ. കാരണം ഇതേപോലെയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കാണാത്ത ഒരുപാട് പേര്. വാസ്തുഹാര പോലെ മികച്ച സിനിമയുണ്ടായിരുന്നു, അതൊക്കെ പലരും ഇന്നും കണ്ടിട്ടില്ല. കട്ട ഫാൻസ് പോലും കാണാത്ത സിനിമകളാണ്. എല്ലാവരും ഒന്നല്ല, ചിലരൊക്കെ കാണാത്ത സിനിമകളാണ്. നൻപകലും ആ ഒരു ഗണത്തിൽപ്പെടുന്ന സിനിമ തന്നെയാണ്. അഭിനയത്തിനാണ് മുഖ്യം. ഒരു പക്ഷേ അത് കണ്ട് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് പലർക്കും മനസ്സിലായി എന്ന് തന്നെ വരില്ല എന്നുള്ളതാണ്. എന്തായാലും നമ്മളുടെ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല ആ ഒരു സിനിമ എന്നുള്ളതാണ്. പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഞെട്ടിക്കുന്ന സിനിമ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് സംസ്ഥാന അവാർഡ് കിട്ടിയത്. റോഷാക്കും നൻപകലും കൂടി ചേരുമ്പോൾ തീർച്ചയായും മമ്മൂട്ടിക്ക് ഒരു നാഷണൽ അവാർഡ് ഉറപ്പുള്ളതായിരുന്നു. പക്ഷേ ആ നാഷണൽ അവാർഡ് കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി എത്രത്തോളമാണ് ഇതിൻ്റെ വാല്യൂ എന്നുള്ളത്. ഇനിയും 2023 സാക്ഷ്യം വഹിക്കുന്നത് മറ്റൊരു സിനിമയിലൂടെയായിരുന്നു, ക്രിസ്റ്റഫർ. വേണ്ട വേണ്ട എന്ന് പലരും പറയുന്നു, ഇൻക്ലൂഡിങ് മോഹൻലാൽ ഫാൻസ് പോലും പറഞ്ഞിരുന്നു മമ്മൂട്ടി ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ മമ്മൂട്ടി ഫാൻസും ആ റേഞ്ചിൽ നിൽക്കുമ്പോൾ അവർ സിനിമയിൽ അങ്ങനെ തന്നെയാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സിനിമ വന്നു, ക്രിസ്റ്റഫർ. അതിന് മുമ്പുള്ള ഈ ഒരു സിനിമ, ഇതേപോലെയുള്ള സിനിമകൾ പരാജയമായിരുന്നു. എന്നാലും ധൈര്യമായിരുന്നു മമ്മൂട്ടി എന്ന നടൻ ഇതിലുണ്ട് എന്നുള്ളത്. പക്ഷേ ആ സിനിമ വലിയ രീതിയിൽ തിയേറ്ററിൽ ഒരു പരാജയമായി. ഏകദേശം 11.5 കോടിക്ക് താഴെ, അതായത് 11.25 കോടിയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. വലിയ രീതിയിലുള്ള ബഡ്ജറ്റിൽ തന്നെ വന്ന സിനിമ. പക്ഷേ ബിസിനസ് പരമായി ഈ സിനിമ വലിയ രീതിയിൽ കളക്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മളിവിടെ തിയേറ്ററിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നീട് വന്നത്, അതായത് ഇത്രയും പറഞ്ഞതിനകത്തിൽ മമ്മൂട്ടിക്ക് വന്ന ഏക പരാജയമാണ് ക്രിസ്റ്റഫർ എന്ന് പറയുന്നത് തിയേറ്ററിൽ നിന്നുള്ളത്. ഇനിയും 2023 സാക്ഷ്യം വരിച്ച മറ്റൊരു സിനിമയായിരുന്നു, ഒട്ടും പ്രതീക്ഷയില്ലാതെ മമ്മൂട്ടി എന്ന നടൻ്റെ ഒരു സിനിമ പരാജയപ്പെട്ടപ്പോൾ, ഇത്ര സിനിമകൾ വന്നിട്ട് ഒരു സിനിമ പരാജയപ്പെട്ടപ്പോൾ ആരാധകർ സഹിതം സംശയിച്ച സിനിമ കണ്ണൂർ സ്ക്വാഡ്. ഈ സിനിമ ഇറങ്ങുമ്പോൾ പ്രധാന വില്ലനായിട്ടിരുന്ന കാര്യവും വേറൊന്നുമല്ല, ക്രിസ്റ്റഫറിൻ്റെ പരാജയം. മറ്റൊരു കാര്യം, കുറ്റവും ശിക്ഷയും എന്ന സിനിമ. പലരും ആ സിനിമ കണ്ടിട്ടുണ്ടാകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സിനിമ കണ്ടവർക്ക് ഈ 2 സിനിമകൾ തമ്മിലുള്ള സാമ്യം മനസ്സിലാകും. എന്തായാലും അതേപോലെയുള്ള ഒരു സിനിമ വന്നു, കണ്ണൂർ സ്ക്വാഡ്. ആദ്യ ദിവസത്തിൽ ആളുകൾ കാണാനില്ല. ഒരു ഹൗസ്ഫുൾ ഷോ എറണാകുളത്ത് മാത്രം. വേൾഡ് വൈഡായിട്ട് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, ലിമിറ്റഡ് തിയേറ്ററുകളിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, വെറും 150 താഴെയുള്ള തിയേറ്ററുകളിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രതീക്ഷ 1-2 ദിവസം മമ്മൂട്ടി സിനിമ ചെയ്തുകൊണ്ട് ഓടും. പക്ഷേ ഞെട്ടിക്കുകയായിരുന്നു ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ. പിന്നീട് അങ്ങോട്ട് ടിക്കറ്റ് കിട്ടാനില്ല. മലയാളം കണ്ട മറ്റൊരു വലിയ വിജയം. അവസാനമായി ഇതിൻ്റെ തിയേറ്ററിൽ നിന്നുള്ള കളക്ഷൻ ഒഫീഷ്യലായിട്ട് നമുക്ക് കിട്ടുമ്പോൾ 91.85 കോടിയാണ് ഈ സിനിമ നേടിയത്. അതായത് ഭീഷ്മപർവ്വത്തിൻ്റെ തൊട്ട് താഴെ. കുറച്ച് ദിവസം കൂടെ സിനിമയൊന്നും ഓടിയിരുന്നെങ്കിൽ തീർച്ചയായും ഭീഷ്മപർവ്വത്തിൻ്റെ റെക്കോർഡ് തകർത്തേയും. പിന്നീട് വന്നത് കാതൽ ദ കോറാണ്. ഇത്ര കണ്ട സിനിമകളിൽ റോഷാക്കിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സിനിമയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കാതൽ ദ കോറാണ്. 2023 മമ്മൂട്ടിയുടെ അവസാന ചിത്രം കാതൽ ദ കോറാണ് ഇപ്പോഴും തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ്റർനാഷണലി ഒരു ക്രിറ്റിക്സ് പോലും ഇതിനെ കൈയടിച്ച് സ്വീകരിച്ചതാണ്. വേൾഡ് വൈഡായിട്ട് എല്ലാവരും ഈ സിനിമയെ സ്വീകരിച്ചു.
എന്തിന് മുൻനിര താരങ്ങൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള മിക്ക സിനിമാ നടന്മാരും അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരും അംഗീകരിച്ചു. അത് മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയിലെ വേഷപ്പകർച്ച തന്നെയാണ്. മമ്മൂട്ടി എന്ന നടന് ആടി തകർക്കാൻ ഇത് വലിയ സംഭവങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഡീറ്റെയിൽഡ് ആക്ടിങ്, മൈന്യൂട്ട് ആക്ടിങ്ങിലേക്ക് അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ തന്നെ വീണ്ടും തേച്ച് മിനുക്കി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അത് മറ്റാർക്കും കഴിയുന്നില്ലല്ലോ എന്ന് അവർ തന്നെ പറയുന്നു. അതായിരുന്നു കാതൽ ദ കോർ. ഇതേപോലെ ഒരു സബ്ജക്റ്റ് വേറെ ആർക്കും തിരഞ്ഞെടുക്കാൻ തന്നെ കഴിയുന്നില്ല എന്നുള്ളത്. പലരും 50, 100 കോടിയൊക്കെ നേടുമായിരിക്കും. 500, 1000 കോടി നേടിയ സൂപ്പർ താരങ്ങൾ നമുക്കുണ്ട്. അടുപ്പിച്ചിട്ട് 1000 കളക്ഷൻ നേടിയ താരവുമുണ്ട്. അവർക്കാർക്കും കഴിയില്ലാത്ത ഒരു കാര്യം, അതായത് ഇപ്പോഴും ക്യാരക്ടറിലേക്ക് ഇറങ്ങിച്ചെന്ന് തൻ്റെ സിനിമാ ജീവിതത്തിൽ, ഒരു നടൻ്റെ ജീവിതത്തിൽ നടിക്കുക, അഭിനയിക്കുക എന്ന മോഹത്തിന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നു. പലർക്കും പല ലിമിറ്റേഷൻസ്, ഒന്നെങ്കിൽ ഫാൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ലിമിറ്റേഷൻ ആണെങ്കിൽ ചിലർക്ക് ശാരീരികമായിട്ടുള്ള, ചിലർക്ക് മാനസികമായിട്ടുള്ള, ആ ലിമിറ്റേഷൻസിനെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് മമ്മൂട്ടി ഈ ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ അത് മറ്റൊരു അത്ഭുതമായി മാറി. അങ്ങനെ ഏകദേശം 18 കോടിക്കോളം ആണ് ഈ സിനിമ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു പക്ഷേ 19 കോടി വരെ ഈ സിനിമ എത്തിയേക്കാം ഫൈനൽ റണ്ണിൽ. ഒരു പക്ഷേ എത്തില്ലായിരിക്കാം. 18 കോടി, 18.5 കോടിയിലൊക്കെ ഒരു പക്ഷേ ഈ സിനിമ അവസാനിപ്പിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ഒരു ചെറിയ സിനിമയായിട്ട് വെറും 3 കോടിയിൽ വന്ന ഈ ഒരു സിനിമ നേടിയത് വലിയ വിജയമാണ്. കോടികളുടെ തിളക്കത്തിലേക്കായാലും ഉപരി ജനഹൃദയങ്ങളിലേക്ക് കയറിയ ഒരു ഓഫ് ബീറ്റ് സിനിമയായിട്ട് വന്നിട്ട് ഒരിക്കലും വിജയിക്കില്ല എന്ന് ആരാധകർ പോലും എഴുതിയ ഒരു സിനിമ. എന്തിന് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ കാണും, കാരണം ഇത് ചർച്ച ചെയ്യപ്പെടുന്ന സബ്ജക്റ്റ് അതായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 400 കോടിക്ക് മുകളിലാണ് 2020 മുതൽ 2023 വരെയുള്ള മമ്മൂട്ടി സിനിമകളുടെ തിയേറ്റർ കളക്ഷൻ. അതായത് നമ്മളുടെ ചില സൂപ്പർ താരങ്ങളുടെ ഒരു സിനിമയുടെ കളക്ഷൻ ആയിരിക്കാം, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും സിനിമകളിൽ ഒരു പരാജയം മാത്രം. അതായത് എല്ലാ ക്ലാസ്സിലും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ ഇടയ്ക്ക് മാർക്ക് കുറഞ്ഞു എന്നുള്ളത് മാത്രം, അതൊരു ക്ലാസ്സിൽ. ബാക്കിയുള്ള പല കുട്ടികളെയും നമ്മൾ കാണുന്നത് 1 തൊട്ട് 10 വരെ തോറ്റിട്ട് ചിലപ്പോൾ 9-ാം ക്ലാസ്സിൽ ഒരു റാങ്ക് മേടിച്ച് പിന്നെയും അവർ പരാജയപ്പെടുന്നു. പക്ഷേ ഈ ഒരു കുട്ടി, മമ്മൂട്ടി എന്ന കുട്ടി, സ്ഥിരമായിട്ട് നല്ല മാർക്ക് മേടിച്ച് വിജയിക്കുന്നു. ഒരുപക്ഷെ മറ്റുള്ളവരെ പോലെ 100-ലേക്കോ 150-ലേക്കോ പുള്ളി എത്തുന്നില്ല, പക്ഷേ സ്ഥിരമായിട്ട് പുള്ളി എപ്പോഴും 90A+ലാണ് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വരാനിരിക്കുന്ന സിനിമകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. തീർച്ചയായും സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. ഒരു വലിയ വീഡിയോ ആണ്, മുഴുവനും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവസാനം എന്ന് പറഞ്ഞുകൊണ്ട് അത് കണ്ടില്ല എന്ന് വരരുത്. ഗ്രേറ്റ് മീഡിയാസ്.